വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതി ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി പോലീസിന് മുന്നിൽ കീഴടങ്ങി. സംഭവശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി തിങ്കളാഴ്ച രാവിലെ 11:30 ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. വാണിയംകുളത്ത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഡിവൈഎഫ്ഐ മുൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന 38-കാരൻ വിനീഷിനെ മൃഗീയമായി മർദ്ദിച്ചത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവും CPIM വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് ഹാരിസ്, CPIM ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ കൂനത്തറ മേഖലാ സെക്രട്ടറിയുമായ K സുർജിത്ത്, മേഖലാ പ്രസിഡന്റ് കിരൺ, ഹാരിസിന്റെ അടുത്ത സുഹൃത്ത് ബസ് ഡ്രൈവറായ രാജു എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിലായി റിമാൻഡിലായിരുന്നു. വിനേഷിനെ ആക്രമിക്കാൻ ബ്ലോക്ക് സെക്രട്ടറി C രാകേഷാണ് നിർദ്ദേശം നൽകിയതെന്ന പിടിയിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകിയതിനെ തുടർന്നാണ് രാകേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ 4 ദിവസമായി ഷൊർണൂർ പോലീസ് രാകേഷിന് വേണ്ടി വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഒളിവിൽ പോയ രാകേഷിന് പാർട്ടി നേതൃത്വം സംരക്ഷണം നൽകുകയാണെന്ന് BJP ഉൾപ്പെടെ എതിർകക്ഷികൾ ആരോപണമുയർത്തി രംഗത്ത് വന്നു. ഇത് പാർട്ടിയെയും വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഒടുവിലാണ് തിങ്കളാഴ്ച രാവിലെ 11:30 ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി രാകേഷ് കീഴടങ്ങിയത്. കേസിൽ യാതൊരുവിധ ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്നാണ് CPIM നേതൃത്വത്തിന്റെ വിലയിരുത്തലെങ്കിലും കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണവുമായി BJP രംഗത്തുണ്ട്. രാകേഷിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ ആൾക്കാർക്ക് പങ്കുണ്ടോ എന്നതുകൂടി വ്യക്തമാകും. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.